ഈ ഡീറ്റെയിൽസ് ഇതുവരെ അയച്ചില്ലായിരുന്നോ? ഇല്ല സർ, ഇതിപ്പോഴാ കംപ്ലീറ്റ് ആയത്. അതെന്താ അങ്ങനെ? ഇന്നലെ അയക്കേണ്ട ഫയലായിരുന്നല്ലോ. അതെ സർ, ഇന്നലെ സാറിന്റെ സൈൻ കിട്ടിയില്ല, അതാ ഇന്ന് അയക്കാന്ന് കരുതിയത്. എന്റെ സൈൻ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു മെയിൽ അയച്ചിട്ട് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? ഡീറ്റെയിൽസ് അയക്കാൻ എന്തിനാ ലേറ്റ് ആക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറയാം. ഇനി മുതൽ അങ്ങോട്ട് കൃത്യമായി എല്ലാവരും അവരവരുടെ ജോലി ചെയ്യണം. ശരി സർ. ചെയ്യാത്തവർക്ക് പണിഷ്മെന്റ് തരും ഞാൻ. ഈ ഫയല് ഇവിടെ ഇരിക്കട്ടെ, താമ്പോയ്ക്കോ. ഓക്കെ സർ. ഇങ്ങനെ ആവണം സർ. ആരോടും ഒരു തരത്തിലുള്ള അനുകമ്പയുടെയും ആവശ്യമില്ല. എല്ലാവരും ശമ്പളത്തിനല്ലേ ജോലി ചെയ്യുന്നത്, അപ്പൊ അവര് അവരുടെ ജോലി ചെയ്യട്ടെ. സാറ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന ഈ കമ്പനി ഇനിയും വളരുകയേ ചെയ്യൂ. അത് തന്നെയാ എന്റെ തീരുമാനം. കൂടുതൽ കർക്കശക്കാരനും കണിശക്കാരനും ഒക്കെ ആയാലേ എല്ലാവരുടെയും മുന്നിൽ ഒരു വില കിട്ടും. എങ്കിലേ സാറിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ. ഒന്ന് നിന്നേ. ഇതൊക്കെ എന്തിന്റെ ഫയലാടോ? പുതിയ ഡീലുകളുടെയും കരാറുകളുടെയും ഫയലാണ് മാഡം. അർജുൻ സാറിനെ കാണിച്ച് എല്ലാം ഓക്കെ ആണെന്ന് അറിയണം. സാറിനെ കാണിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അർജുൻ സാറിനെ കാണിച്ചാ മതി. അഥവാ എനിക്ക് ഓക്കെ ആണെങ്കിൽ സാറിനെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാം ഞാൻ തന്നെ നേരിട്ട് ചെയ്തോളാം. ശരി മാഡം. ഇതാ ഫയലുകള്, എന്താന്ന് വെച്ചാ ചെയ്തോ. ഇതെല്ലാം ഇനി ഞാൻ ചുമന്നോണ്ട് പോണോ? ഈ ഫയലെല്ലാം താൻ തന്നെ എന്റെ ക്യാബിനിൽ കൊണ്ടുപോയി വെക്ക. ശരി മാഡം. ശിവദാസാ, ഒന്നീ ഞാനിപ്പോ ഒരു സാനിങ് വന്നേ. സാറ് തന്നെ വിളിച്ച കേട്ടില്ലേ? പോയിട്ട് വാ, ചോറോട് വെച്ചേക്കാം. ശരി. നീയൊക്കെ പറയുന്ന ഉള്ളതിനാന്നോടാ? സത്യം അണ്ണ. നമ്മൾ കൊട്ടാരത്തിലുണ്ടായിരുന്ന അന്ന് അണ്ണന്റെ ചേച്ചി രമാദേവി മേഡവും അവരുടെ സഹോദരനും ഈ നാട്ടിൽ വന്നിരുന്നു.